ചുണ്ടിൽ തേച്ച പായസം. വന്യരായ അലി അക്ബർ മൗലവി ഉദരംപൊയിൽ അദ്ദേഹത്തിൻ്റെ ആയിഷ എന്ന കൃതിയിൽ നിന്ന് അല്പഭാഗം പങ്കുവെക്കുന്നു. യഹ്യ ബിനു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണിത്. ഒരിക്കൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹധർമ്മിണി സൗദ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. ഒരു സൗഹൃദ സന്ദർശനമാണ്. ഇടയ്ക്കൊക്കെ പതിവുള്ളതാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, ഞാൻ സൗദയെ സ്വീകരിച്ചു. ഈ വരവ് സൗദക്ക് അത്ര ഇഷ്ടമായിട്ടില്ലെന്ന് മുഖഭാവം പറയുന്നുണ്ട്. ഞാനത് കണക്കാക്കിയില്ല. വീട്ടിൽ കയറി വരുമ്പം സ്വീകരിക്കണമല്ലോ. ഞാൻ എന്തെങ്കിലും വിശേഷിച്ചുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കി. ഒരു ചെറിയ പലഹാരത്തിനുള്ള വകയിരിപ്പുണ്ട്. ഹരീസ. അതെ, തിരുനബിക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണ് ഹരീസ. എന്നാൽ പിന്നെ അതുണ്ടാക്കാം. ഒരൽപ്പം നെയ്യും പാലുമേ വേണ്ടു, ഇച്ചിരി ഗോതമ്പ് മാവും. ഞാനതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. സൂക്ഷിച്ച് പാകം ചെയ്തു. ചക്രവർത്തി കുറ്റം പറയരുതല്ലോ. അല്ലെങ്കിലും ഞാൻ നബിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കൊടുത്ത് ഇഷ്ടം സമ്പാദിക്കുകയാണെന്ന് എല്ലാവർക്കൊരു പരാതിയുണ്ട്. എന്നാലും വിരുന്ന് വന്നതല്ലേ, അതൊന്നും ഞാൻ മുഖത്ത് കാണിച്ചില്ല. അവരവിടെ സംസാരിച്ചിരിക്കുകയാണ്. ഞാനത് പാകം ചെയ്ത് ചെറുചൂടോടെ പാത്രത്തിൽ പകർന്ന് അവർക്ക് മുമ്പിൽ കൊണ്ടുവന്നു വച്ചു. കഴിച്ചാട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. സൗദയാകട്ടെ അനിഷ്ടഭാവത്തിൽ മാറി നിൽക്കുകയാണ്. ഇതൊന്നും അത്രക്കങ്ങ് പിടിച്ചിട്ടില്ലെന്ന് വ്യക്തം. മുഖത്ത് തെളിച്ചമില്ല. എന്തേ കഴിക്കാത്തത്? ഒരൽപ്പം തിന്നു നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്കിഷ്ടമില്ല. മുഖമടച്ച മറുപടി. ആ ചുണ്ടു കൂട്ടിയത് കണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകളിൽ മന്ദസ്മിതം. അവിടുന്ന് പുഞ്ചിരിക്കുന്നു. ഒന്ന് തൊട്ടു നോക്കൂ, ഞാനുണ്ടാക്കിയതല്ലേ, ആയിഷ അവരോട് വീണ്ടും പറഞ്ഞു. ഞാൻ തൊടിലെന്ന് പറഞ്ഞില്ലേ? സൗദയുടെ ശബ്ദം കനത്തു തന്നെ. ഉരത്ത ശബ്ദം കേട്ടപ്പോൾ ഇഷ്ടസഖിക്കും കെറുവായി. എങ്കിൽ ഞാൻ നിങ്ങളുടെ വായിലത് വാരിത്തേക്കും. ആഹാ, എന്നാലതൊന്ന് കാണട്ടെ. ആയിഷ അല്പം തോണ്ടിയെടുത്ത് അവരുടെ മുഖത്ത് തെച്ചു. അവർ തലതിരിച്ചൊഴിഞ്ഞു മാറിയെങ്കിലും പറ്റിയില്ല. ചെറുചൂടുള്ള ആ പലഹാരം ചിരിച്ചുണ്ടത്തൊരു പാടായി പതിഞ്ഞു. ആയിഷ, അത് പാടില്ല. ഇഷ്ടമില്ലാത്തവരെ അങ്ങനെ നിർബന്ധിക്കരുത്. നീ അങ്ങനെ മുഖത്ത് തേച്ചത് അക്രമമാണ്, തിരുനബി പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് കാലുകൾക്കിടയിൽ എന്നെ പിടിച്ചു വെച്ചു. സൗദാക്ക് എൻ്റെ വായിലും അങ്ങനെ തേക്കാൻ അവസരമൊരുക്കി. ഞാനും അതിന് നിന്നുകൊടുത്തു. കുതറിയില്ല. സൗദ റളിയല്ലാഹു അൻഹ അതിൽ നിന്നൊരൽപ്പം തോണ്ടിയെടുത്ത് എൻ്റെ വായിലും തേച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് നന്നായി ചിരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിരി പൊട്ടി. ആ മൂടിക്കെട്ടിയ മേഘങ്ങൾ നീങ്ങി. സൂര്യൻ ചിരിച്ചു. ഞങ്ങൾ ആ സന്തോഷവേള പങ്കിട്ടു.